ഹായ്. അപ്പോൾ ഇല്ലേ, നിങ്ങളെ ഫ്രിഡ്ജിലില്ലേ ഇങ്ങനെ കട്ട പിടിച്ചിട്ടില്ലേ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കട്ട ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകുന്നില്ലേ, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ, നിങ്ങൾ ബാക്കിയെല്ലാം പണിയെടുത്തിട്ട് ഇത് തുറന്ന് നോക്കിയെങ്കിൽ അത് ഫുൾ അടന്നിട്ടുണ്ടാവുമോ. അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് കിട്ടും. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഹാക്ക് അറിയാത്ത ആക്കും വേണ്ടി ഞാൻ പറഞ്ഞത്, അറിയുന്ന ആൾ സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കോ. അപ്പോൾ ഇങ്ങനെ ആക്കി ഫുൾ ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ കണ്ടെങ്കിലാ. അപ്പോൾ അതിനില്ലേ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനവും എടുത്തിട്ട് പുറത്തേക്ക് വെക്കണമല്ലോ. അതന്നെയല്ല മെയിൻ പരിപാടി. അങ്ങനെ എല്ലാ സാധനവും എടുത്തിട്ട് പുറത്തേക്ക് അപ്പോൾ പിന്നെ ഉള്ളിയും തക്കാളീൻ്റെയും പൊളിപ്പില്ലാത്ത ഒരേ ഫ്രിഡ്ജ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പിന്നെ പഴയ ചോറ് ഇതെല്ലാം, അപ്പോൾ അതെല്ലാം ഉണ്ടാവുക. അങ്ങനെ അതെല്ലാം ഫുള്ള് എടുത്ത് ക്ലീൻ ആക്കിയിട്ട്, അങ്ങനെ ഡീപ്പ് ക്ലീൻ ആക്കുന്നില്ല, ജസ്റ്റ് തുറത്തുനിന്ന് മാത്രം, അങ്ങനെ വലിയ കച്ചറയൊന്നും ആയിട്ടാ. അങ്ങനെ അതെല്ലാം ക്ലീനാക്കി അതെല്ലാം എടുത്ത് തോർത്തിട്ടാ. എന്നിട്ട് പച്ചക്കറിയെല്ലാം നേരെ വേണ്ടതെല്ലാം ഇതാക്കിയിട്ട് ഫുള്ള് നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചോ. എന്നിട്ട് എടുത്ത സാധനമെല്ലാം ഇനി തിരിച്ചിട്ട് വെക്കണമല്ലോ, അതല്ല ഇപ്പോൾ മെയിൻ പരിപാടി. അങ്ങനെ എല്ലാ സാധനവും എടുത്തെടുത്ത് അതേപോലെ വെച്ചോ. മുട്ട ഇതെന്ത് പിന്നെ അറിയില്ലെന്ത് എല്ലാം ഏകദേശം എല്ലാ സാധനം എടുത്തിട്ട് വെച്ച് നമ്മളെ ബാക്കി വന്ന ചോറ് അതെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ. പിന്നെ നേരത്തെ കണ്ട സാധനമെല്ലാം മുറിച്ച ബാക്കിൻ്റെ സാധനമെല്ലാം എടുത്തിട്ട് ഒരളവിലിട്ടിട്ട് അത് എടുത്തിട്ട് വെച്ചോ. ഫ്രീസറിലത്തെ കട്ട അലിയുമ്പോൾക്ക് ഞാൻ നിരീക്ഷിച്ചു, പിന്നെ അത് അവിടെ ക്ലീൻ ആക്കാൻ നിരീക്ഷിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തിട്ട് സാധനമെല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ച് എൻ്റെ ഫുള്ള് ക്ലീനാക്കി. അപ്പോൾക്ക് ആ ഉപ്പിട്ട അവിടെ കട്ടയെല്ലാം പറ്റ അലിഞ്ഞിട്ടെല്ലാം വന്നിനാവാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.